ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് കളിക്കുന്നത് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ആണ്. പക്ഷേ ഈ ഒരു കുഴപ്പം പറ്റി ഗൈസ്, നമ്മളുടെ പൈസയും നമ്മുടെ വീടും എല്ലാം പോയി. ഞാൻ എൻ്റെ വീട് കുറച്ച് കാലത്തേക്ക് ഒന്ന് പൂട്ടിയിട്ടിട്ട് പോയതാണ്. പക്ഷെ അപ്പം തന്നെ വേറൊരാൾ നമ്മുടെ വീടിനെ ഫുള്ള് കൈക്കലാക്കി ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ പാവപ്പെട്ട ആളായി. നമുക്ക് ആകെ ഈ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു കോട്ടും ഈ ഒരു സൈക്കിള് മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ വണ്ടിയും എല്ലാം പോയി. അപ്പോൾ ഞാനിപ്പോൾ ഒരു പണിയെടുക്കുന്നതായി കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്. നിങ്ങൾക്ക് അറിയാതിരിക്കും, എൻ്റെ ആദ്യത്തെ വീഡിയോസ് കണ്ടാൽ ഞാൻ ആദ്യം ഇവിടെ ആയിരുന്നു പണിയെടുത്തത്. പക്ഷേ പിന്നെ നമ്മൾ റിച്ചായപ്പോൾ ഇവിടെ പണിയെടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇവിടെ തന്നെ പണിയെടുക്കേണ്ടി വന്നു. നമ്മളുടെ പൈസയെല്ലാം ആ കള്ളൻ മോഷ്ടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ബട്ടണൊക്കെ അങ്ങ് അടിച്ച് പൊട്ടിച്ചോ, കുഴപ്പമില്ല. എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഇവിടുത്തെ ആൾക്കാരൊന്നും കാണുന്നില്ല ഫ്രണ്ട്സ്, അതാ കുഴപ്പം. എല്ലാ ദിവസവും ഇവിടെ ജോലിക്കൊക്കെ ആദ്യം വരുന്നത് ഞാനാന്ന് തോന്നുന്നു. ഇപ്പോൾ ആദ്യം വന്നത്. ഈ ഏണിയിലൊന്നും കയറാൻ പറ്റുന്നില്ല. എന്തോ പറ്റി? ഞാൻ ഇവിടാണ് എപ്പോഴും ക്രെയിൻ വെച്ച് അവിടുത്തെ സിമെൻ്റൊക്കെ എടുക്കുമായിരുന്നു ചെയ്യുന്നത്. ഞാനിപ്പോൾ എനിക്ക് ക്രെയിനിൽ കയറാൻ പറ്റുന്നില്ല. എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ക്രെയിനിൽ കയറാൻ പറ്റുന്നില്ല. പണ്ട് ഞാൻ കയറുമായിരുന്നു. ഇപ്പം എന്തോ ഒരു കുഴപ്പം പറ്റി. അതുകൊണ്ട് എനിക്ക് ക്രെയിനിലും കയറാൻ പറ്റുന്നില്ല. ചേട്ടാ, ഇപ്പം ഞാൻ ക്രെയിനിൽ കയറുക. കുഴപ്പമില്ല. നമ്മുടെ ഇടി കണ്ടില്ലേ ഫ്രണ്ട്സ്? നമ്മുടെ ഇടി നന്നായിട്ട് ചേഞ്ച് ചെയ്ത് പുതിയ അപ്ഡേറ്റിലെ പുതിയ ഇടിയാണ് കണ്ടോ. നമ്മുടെ ഇടി ഭയങ്കര ബോക്സിൻ്റെ ഇടി പോലെ ഇതാ കണ്ടോ. ഗ്ലിങ് 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 അങ്ങനെയാണ് ഇടിക്കുന്നത്. ഭയങ്കര പവർഫുൾ ഇടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ മോഡ്സ് ഇപ്പോൾ തന്നെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ന്യൂ അപ്ഡേറ്റ്സിൽ വന്നായിരുന്നു. അത് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിതിൻ്റെ മേലിലോട്ടൊന്ന് പോകാം. കാരണം എൻ്റെ ക്രെയിൻ ഓടിക്കുന്നതിന് മുതലാളി ചിലപ്പോൾ മേലിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. മുതലാളി എപ്പോഴും മെയിലാണ് ഉള്ളത്. ഓക്കെ. ഫ്രണ്ട്സ്, എനിക്കെന്തോ കോൾ വരുന്നു. ഹലോ. ഓക്കെ. അപ്പം നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ അർജൻറ്റായിട്ട് വിളിച്ചു. എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം. ദാ കിടക്കുന്നു. ഇയാൾ എപ്പോഴും ഇതേപോലെയാണ്. ഭയങ്കര ഷോ ഓഫ് കാണിക്കും. ഇങ്ങനെ താഴ്ചയാണ് എന്നൊക്കെ വീഴും. നമ്മുടെ കൂട്ടുകാരൻ ഇപ്പോൾ വിളിച്ചേ ഉള്ളൂ. എന്തോ ഒരു അർജൻറ്റുള്ളൊരു കാര്യം എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ജോലി നമുക്ക് സ്കിപ്പ് ചെയ്യാം. കൂട്ടുകാരൻ ഭാഗ്യം ഇപ്പം ചാടിയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഓൾ റൈറ്റ്, അപ്പം നമുക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ എൻ്റെ സൈക്കിളിൽ കയറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്. എൻ്റെ കൂട്ടുകാരൻ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. കൂട്ടുകാരൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന് തോന്നുന്നു. നമുക്ക് പോയി കൂട്ടുകാരനെ കാണിച്ചു തരാം ഞാൻ. ഇതേത് ഏരിയയാണ്? ഇത് വേറെ ഏരിയയാണ്. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണ്? അവിടെയാണ് എൻ്റെ എക്സിറ്റ്. എൻട്രൻസ് അപ്പുറത്തും. അപ്പം നമുക്ക് നേരെ കൂട്ടുകാരൻ്റെ അടുത്തോട്ട് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊക്കെ എത്താതായി. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിട്ടാണ് കൂട്ടുകാരുള്ളത്. നിങ്ങൾക്ക് അധികം മറ്റേ യെല്ലോ ഹൗസിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ കൂട്ടുകാരൻ വരുന്നത്. അപ്പോൾ നമ്മുടെ വേറൊരു ഹൗസില്ലേ നമ്മുടെ തന്നെ, അവിടെയാണ് കൂട്ടുകാരൻ നിൽക്കുന്നത്. ഇപ്പം നമുക്കറിയാലോ, നമുക്കൊരു വീടൊന്നുമില്ല. നമ്മൾ പാവപ്പെട്ട ആളാണ്. നമ്മുടെ കൂട്ടുകാരൻ ഇപ്പോൾ ഇച്ചിരി പൈസയൊക്കെ ഉണ്ട്. കൂട്ടുകാരൻ നല്ല പൈസയുണ്ട്. കൂട്ടുകാരൻ വലിയൊരു വീട് വെച്ചായിരുന്നു ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഈ കോട്ടിനൊന്നും കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര പൈസയുള്ള ആളാണെന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് ഒട്ടും പൈസയില്ല. ആകെ ഈ ഒരു സൈക്കിളും ഈ ഒരു കോട്ടും മാത്രമേ ഉള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പോകുന്നത്. കൂട്ടുകാരന് നല്ല കാശുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൻ എന്തെങ്കിലും പോകാൻ വഴി പറഞ്ഞു തരും. അത് വെച്ച് നമുക്ക് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. കാരണം ഈ സിറ്റിയിൽ എല്ലാ സാധനവും ഭയങ്കര കോസ്റ്റ്ലി എക്സ്പെൻസീവുമാണ്. അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. അതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം, നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ. നമുക്ക് കുറേ കൂട്ടുകാരുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല റിച്ചാണ്. നമ്മുടെ കയ്യിൽ മാത്രമാണ് പൈസയൊന്നും ഇല്ലാത്തത് നന്നായിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കിടക്കുന്നതൊക്കെ ഇവിടെയാണ്. ഇവിടെ ഉള്ള ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ ജോലി ചെയ്തിട്ട് ഈ സ്ഥലത്ത് വന്നിട്ടാണ് കിടക്കുന്നത്. തറയിലാണ് കിടക്കുന്നത്. എൻ്റെ ഒട്ടും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലത്ത് കിടക്കുന്നത്. കുഴപ്പമില്ല, ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് കൂട്ടുകാരൻ്റെ അടുത്ത് ഈ സൈക്കിളിൽ പോവാം. ഇവിടെ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ സൈക്കിൾ. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത പൈസ കൊണ്ടാണ് ഈ സൈക്കിൾ മേടിച്ചത്. ബാക്കി ആൾക്കാരൊന്നും വലുതായിട്ട് ജോലി ചെയ്യത്തില്ല. ഇവിടെ അവരൊക്കെ നടന്ന എല്ലാ ദിവസവും പോകുന്നത്. ഇവിടുത്തെ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടല്ലോ, അതിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആകെ ഒരു സൈക്കിളേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ വീട്. പക്ഷേ ഇപ്പം ഇവിടെ വേറെ ആൾ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. വേറെ ആൾക്കാർ വാടകയ്ക്കായിരുന്നു ഞാൻ ആദ്യം കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ അവരുടെ സ്വന്തം വീടാക്കി എന്നെ അവിടെ നിന്ന് പുറത്താക്കി. എന്തോ ചെയ്യാനാണ്. അപ്പോൾ
നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങാം. കാരണം ഇവിടുത്തെ ആൾ എൻ്റെ അടുത്ത് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു ഈ വീട്. അപ്പോൾ ഒന്ന് പെയിൻ്റ് അടിച്ചേക്കാം നമുക്ക് ഈ വീടൊന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ വീടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്തു. കാരണം ഇവിടുത്തെ ആളിപ്പോൾ എൻ്റെ അടുത്ത് വലിയ റെസ്പെക്റ്റ് ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ആദ്യം വാടകയ്ക്ക് കൊടുത്തതാണെങ്കിലും പക്ഷേ ഇപ്പോൾ റെൻ്റ് കൊടുത്തേ ആണെങ്കിലും പക്ഷേ അവരിപ്പോൾ ആ വീട് സ്വന്തമാക്കി എൻ്റെ പൈസ എല്ലാം എടുത്തു. ഇപ്പോൾ ഇതെൻ്റെ വീടല്ല, പക്ഷേ എന്നെ പെയിൻറ്റ് പണിക്ക് വിളിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീടിന് ചുമന്ന പെയിൻ്റ് അടിച്ചു കൊടുത്തു. നമുക്ക് അതിന് കുറച്ച് കാശ് തന്നു. 50 രൂപയെ മാത്രമേ തന്നുള്ളൂ. കുഴപ്പമില്ല, 50 രൂപ കിട്ടി. ഇന്നത്തേക്കുള്ള ലഞ്ച് റെഡിയായി. ഇന്ന് വല്ലതും റൈസ് വല്ലതും കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാൻ 50 രൂപ കൊടുത്ത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തോട്ട് പോവാം. യെസ്, കൂട്ടുകാരൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് എല്ലാവരും മറന്ന് കാണുമെന്ന് തോന്നുന്നു. കാരണം കുറേ നാളുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു. മറ്റേ റൗണ്ട് അബൌട്ട് ഇല്ലേ, അതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് വരുന്നത്. ഇപ്പോൾ ഇടിച്ചേനെ, കുഴപ്പമില്ല. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് നമുക്ക് നേരെ പോവാം. പിന്നെ ഈ ഗെയിമിന് മോഡ്സൊക്കെ നമ്മൾ തീർത്തായിരുന്നു, മോഡ്സും മിഷൻസും. അതിൻ്റെ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ഞാൻ അത് പിൻ ചെയ്തേക്കാണ് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് എടുത്ത് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. ഓക്കെ നമ്മൾ ഡ്രിഫ്റ്റൊക്കെ അടിച്ച് നിർത്തിയിട്ടുണ്ട് നമ്മുടെ സൈക്കിൾ. ഇങ്ങോട്ട് പാർക്ക് ചെയ്യാവേ. ഓക്കെ കഴിഞ്ഞ അവിടെ എന്തോ വന്നപ്പോഴാണ് നമ്മൾ ഡെഡായത്. ഇവിടെ വന്നപ്പോഴാണ് ഡെഡായത്. നമുക്ക് പോവാം. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടില്ലേ. ഇയാൾ നല്ല പൈസ ഉണ്ടെങ്കിലും സ്വിമ്മിംഗ് പൂളൊന്നും നേരത്തെ പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ എന്താ ഫർണിച്ചറൊന്നും മേടിച്ചിട്ടിട്ടില്ല. ഫർണിച്ചറൊന്നും മേടിച്ചിട്ടിട്ടില്ലല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മളുടെ ഇടി കണ്ടോ, സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ഇടി. വലിയ ഇടിയാണ്, ഇങ്ങനെ ഡിങ്ങാണ് ഇടിക്കുന്നത്, ബോക്സറുമായിട്ട് ഇടി പോലെ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എവിടെയാണ്? ഞാൻ എല്ലാ വീടിൻ്റെ പകുതിയോളം തപ്പി, എന്നിട്ട് ഇപ്പോഴും നമ്മുടെ കൂട്ടുകാരനെ കാണുന്നില്ല. ഇത് മറ്റേ സ്വിമ്മിംഗ് പൂളല്ല, ബാത്ത് ടബ്, കുളിക്കുന്ന സംഭവമാണ്. ഇവിടെ എവിടെയാണ് കൂട്ടുകാരൻ? എല്ലായിടത്തും തപ്പട്ടെ കേട്ടോ. എവിടെയാടേ കൂട്ടുകാരൻ? ഇവിടെ വല്ലതും ഉണ്ട്, ഞാൻ നോക്കട്ടെ. മൈ ഗോഡ്, തീർന്നു. ഞാൻ അറിയാതെ ബാൽക്കണിയിൽ നിന്നൊന്ന് ചാടി. കൂട്ടുകാരൻ്റെ നല്ല വീട്. പക്ഷെ കൂട്ടുകാരൻ്റെ വീട്ടിൽ താമസിക്കുന്ന വലിയ നല്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൂട്ടുകാരൻ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കൂട്ടുകാരൻ എല്ലാ ദിവസവും വാക്കിങ്ങിന് പോവും. ഈ റോഡ് സൈഡിൽ വാക്കിങ്ങിന് പോവും. അപ്പോൾ നമുക്ക് വാക്കിങ്ങിന് പോകാൻ നേരം വാക്കിങ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇല്ലേ, അവിടെ ആയിട്ടാണ് നമ്മുടെ കൂട്ടുകാരൻ വാക്കിങ്ങിന് വരുന്നത്. ജോഗിങ് പോലെ അവിടെ പുഷപ്സൊക്കെ അടിക്കും. പക്ഷെ ഇപ്പോൾ അടിക്കാതില്ല, കുറച്ച് അസുഖമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ദാണ്ട നീന്ന്. അയ്യോ, ഞാൻ വലിയ മണ്ടന, തൊട്ടടുത്തുണ്ടായിരുന്നു. നിൽക്കടാ. പറഞ്ഞോടാ, എന്താ കുഴപ്പം? വിഷയം എന്തുവാ? എന്താന്ന് വെച്ചാലേ നമ്മുടെ പോലീസുകാരൻ നിന്നെ ഒന്ന് വിളിച്ചായിരുന്നു. എന്തിനാടാ പോലീസുകാരൻ എന്നെ വിളിക്കുന്നത്? എന്തിനാന്ന് വെച്ചാൽ നിനക്ക് കുറച്ച് മിഷൻസ് തരാനുണ്ട്. അവിടെയുള്ള പോലീസുകാരൊക്കെ ഇപ്പോൾ മരിച്ചു പോയി. പോലീസുകാർ മരിച്ചോ? അതോടെ അവിടുത്തെ ആൾക്കാരൊക്കെ കുറേ പോലീസുകാരെ ടെററിസ്റ്റുകൾ കൊന്നു. അതിൻ്റെ കുഴപ്പമായിട്ടാണ് ഇപ്പോൾ നിന്നെ അവർ മിഷന് വിളിച്ചേക്കുന്നത്. നമ്മുടെ മിഷന് വിളിച്ചു ഫ്രണ്ട്സ്. അപ്പം ഇയാൾ പറയുന്നത് നമ്മളെ മിഷന് വിളിച്ചെന്നാണ് പോലീസ്. ഇതെന്താടേ? അപ്പം നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞത് നമ്മളെ പോലീസിൽ ചേർത്തെന്നാണ്. അപ്പോൾ അത് നല്ല കാര്യമാണല്ലോ. നമുക്ക് പോലീസിൽ ചേരാലോ. പോലീസിൽ ചേർന്നാൽ പിന്നെ പറയണ്ടല്ലോ, നമുക്ക് നല്ല കാശൊക്കെ കിട്ടുമായിരിക്കും. പോലീസിൽ ചേർന്നെന്നല്ല, നമുക്ക് പോലീസിൻ്റെ എന്തോ മിഷനായിട്ടെന്തോ ആയിട്ടെന്തോ കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് പോയി സംസാരിക്കണമെന്ന് തോന്നുന്നു നമുക്ക്. നമുക്കെന്തോ ഒരു ഏജൻ്റായിട്ടാണെന്ന് തോന്നുന്നു കിട്ടിയത്. പോലീസിൻ്റെ ഡ്രസ്സൊന്നും അവർ തരത്തില്ല, പകരം ഒരു സീക്രട്ട് ഏജൻ്റാണ്. ഈ റാമ്പിലൊന്ന് കയറാം, അപ്പോൾ ചിലപ്പോൾ പലരും പൈസ കിട്ടുമായിരിക്കും. റാം ടെസ്റ്റ് നടത്തുമ്പോൾ വല്ലതും പൈസ കിട്ടുമായിരിക്കും. നമ്മൾ നന്നായിട്ട് സൈക്കിൾ വെച്ചാണ്ട് ബൈക്ക് റാമ്പ് കയറിയത്, അപ്പോൾ എന്തായാലും പൈസ തരുമായിരിക്കും. നമ്മൾ ഡെഡാവും ഇല്ലായിരിക്കും. ഡെഡൊന്നും ആകത്തില്ല, നമ്മൾ ഭയങ്കര പുലിയായിട്ടുള്ള ആളാണ്. ഇതാകണ്ടോ, സൈക്കിളിൽ വന്നാലും നമുക്കൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഓണർ എവിടെയാടേ? അതാണെന്ന് തോന്നുന്നു ഓണർ. അപ്പോൾ ഓണർ നമുക്ക് പൈസ തരാൻ വരുമായിരിക്കും. ഓണർ മൈ ഗോഡ്, ഇതെന്തുവാടേ? ഫുൾ ഷോ ഓഫാണ്, എപ്പോഴും ഇങ്ങനെ വീഴുവാണ്. ഓണർ റാമ്പിൻ്റെ ഓണറല്ലേ നിങ്ങൾ? അതെ, എന്തോട്? ഞാൻ ഈ റാം ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് പൈസ തരണം. ഇതൊന്നും തരത്തില്ല. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു, പക്ഷേ നിങ്ങൾക്ക് പൈസ ഒന്നും തരത്തില്ല.
ഇയാൾ പറ്റിക്കുവാണ്. നമുക്ക് ഇയാൾ പൈസ തരുന്നില്ല. ഇയാൾ വീഡിയോ എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ടു, പക്ഷേ നമുക്ക് പൈസ തരുന്നില്ല. അത് തെറ്റല്ലേ? ഓ ഇയാൾക്കെന്താ ഇടി കൊള്ളാത്തടേ? നമ്മൾ നല്ല പഞ്ച് കൊടുത്തിട്ട് ഇടി കൊള്ളുന്നില്ല. വെടി വെച്ചാൽ പോലീസ് വരും. എനിക്ക് ചുമ്മാ പോലീസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇയാളെ സ്റ്റിക്കി ബോംബിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഇയാൾ എനിക്ക് പൈസ തരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആ റാം ടെസ്റ്റ് കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ചെയ്ത്, എന്നിട്ട് ഇയാൾ പൈസ തരുന്നില്ല. അത് തെറ്റല്ലേ? അയാൾ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡൊക്കെ ചെയ്തു, പക്ഷെ നമുക്ക് പൈസ തരുന്നില്ല. അത് തെറ്റായതുകൊണ്ടാണ് ഞാൻ അയാളെ സ്റ്റിക്കി ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്തത്. അപ്പം നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അവിടെ വഴി തെറ്റി. ഞാൻ അയാളെ അടിക്കാൻ പോയ സമയം വഴി തെറ്റി. ഫ്രണ്ട്സ്, നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി. നമ്മുടെ ഈ സൈക്കിളിന് ഭയങ്കര ഡ്രിഫ്റ്റാണ്. കാരണം എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്താണ് ഞാൻ ഈ സൈക്കിൾ മേടിച്ചത്. എനിക്കൊക്കെ തോന്നുന്നു നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടി അങ്ങ് മോഷ്ടിക്കാം. നമ്മൾ പോലീസിലൊക്കെ കയറാൻ പോകുന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇയാളുടെ അടുത്ത് നിന്ന് അങ്ങ് പൈസ മോഷ്ടിക്കാം. പൈസയല്ല, നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയായിരുന്നു അതെല്ലാം. പക്ഷേ അയാൾ മോഷ്ടിച്ചെന്ന. ഇപ്പം ഇവിടെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആളില്ലേ, നമ്മുടെ പൈസയൊക്കെ മോഷ്ടിച്ചില്ല. അപ്പോൾ നമുക്ക് മാസ്കൊക്കെ ഇട്ടിട്ട് ഭയങ്കര സൂക്ഷിച്ച് പോകണം. കാരണം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. അയാൾ കൊല്ലം കണ്ടാൽ നമ്മൾ പിന്നെ പോലീസിലും കയറ്റത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുടിയൊക്കെ എക്സ്ട്രാ വെച്ചു, നമ്മുടെ വിഗൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും അയാളെ വെട്ടിച്ച് നമുക്ക് ഒരു കാറെങ്കിലും മോഷ്ടിക്കണം. എനിക്ക് കുറേ കാറുണ്ട്, ഇതെല്ലാം എൻ്റെ ആയിരുന്നു. ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുത്തു, എന്നിട്ടും അയാൾ റെസ്പെക്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തിൻ്റെ പൈസയുണ്ട്, അത് പോയി ആദ്യം എടുക്കണം. ഇതെന്താ ഇങ്ങനെയൊക്കെ ആവുന്നത്? നമുക്ക് ഒളിച്ചും പാത്തും പോകണം, ആരും കാണാതെ പോകണം. കണ്ടാൽ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ദാ നടക്കുന്നു. ഇപ്പോൾ വോയിസ് കേട്ടിട്ട് അയാൾ വരും. ഇയാൾ എന്തുവാടേ ഇപ്പം എപ്പോഴും ഇങ്ങനെ അതൊക്കെ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ വീഡിയോ ഇടുന്ന എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ പിന്നെ ആരും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ആരും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് പൈസ? നമുക്ക് വന്നേല്ലേ തനിക്കത്. ഇയാടെ നമ്മുടെ ഈസി ആയിരുന്നു, പക്ഷെ നശിപ്പിച്ചിട്ട് പോയേക്കാൻ കുഴപ്പമില്ലല്ലോ. കട്ടിലൊക്കെ ഞാൻ ഊട്ടയാക്കി വെച്ചു. ഇതിലൊക്കെ അങ്ങ് ഊട്ടയാക്കാം. ഇതിൽ ഒന്നും പറ്റത്തില്ല, പിന്നെയും യൂസ് ചെയ്യാനൊക്കെ പറ്റും ഫാനൊക്കെ. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഇയാൾ മേളിലാണ് പൈസ മോഷ്ടിച്ചത്. ഞാനിപ്പോൾ പൈസയൊക്കെ ഒന്ന് എടുക്കട്ടെ. നമ്മുടെ പഴയ ജിംനേഷ്യമാണിത്. നമ്മുടെ പൈസയൊക്കെ ഒന്ന് ഞാൻ എടുക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, ഞാനപ്പോൾ എല്ലാം പൈസ ഇവിടെ നിന്ന് ഒളിപ്പിച്ച് വെച്ച് എല്ലാം എടുത്തു. നമ്മുടെ പൈസയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു അത്യാവശ്യം കിടുക്കാച്ചൊരു കാർ എടുക്കാം. ഇനി നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റാം. കാരണം നമ്മൾ കളവ് നടത്താനല്ലേ ഈ ഡ്രസ്സ് ഇട്ട. കളവല്ല, നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം സാധനം അയാൾ കളവ് നടത്തിയതാണ്. അപ്പം നമുക്ക് അധികാരമുണ്ട് അത് തിരിച്ചെടുക്കാൻ. പക്ഷെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കത്തില്ല. കാരണം ഇപ്പോൾ ഈ നമ്മളായിരുന്നല്ലോ ഇവിടുത്തെ പണ്ടത്തെ പണക്കാരൻ. ഇടിച്ച് ഇനി പുതിയ വണ്ടി എടുക്കണം. കാരണം ആ വണ്ടി അവിടെ ഇടിച്ച്. ഇപ്പം അയാളാണ് പണക്കാരൻ. അപ്പോൾ പണക്കാരനെ ആർക്കും എതിര് പറയാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റേ വണ്ടി ഇടിച്ച്. അപ്പം നമുക്കൊരു ഓടി എടുത്തു. ഇതൊരു ഓറഞ്ച് കളറിൽ ഓടിയാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പുതിയ പോലീസാവാം. എന്നിട്ട് ഇവിടെയുള്ള പാവപ്പെട്ടവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാം. ഇത് നമ്മുടെ കൂട്ടുകാരനല്ലേ? ഞാൻ കണ്ടില്ല അവനെ. അണ്ണാ നിൽക്കണ്ണ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ അണ്ണാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണ്ടേ? നിങ്ങളിവിടെ നിൽപ്പുണ്ടായിരുന്നോ? എടോ, നീ അത് മോഷ്ടിച്ചത് നന്നായി, പക്ഷേ നീ അവിടെ എല്ലാം ഒന്ന് മോഷ്ടിക്കും. ഇയാൾക്ക് എന്തുകൂടെ പൊട്ടിയേ? നടന്നു വന്ന് ഇയാൾ മണ്ടനാണെന്ന് തോന്നുന്നു. എൻ്റെ വണ്ടി എടുത്തിട്ട് വന്നിട്ട് വീഴുകയും ചെയ്തു. അതെന്താടേ? ഒട്ടും അറിയത്തില്ല. അയാൾ പറയുന്നത് എല്ലാം കഥ മോഷ്ടിക്കാനാണ്. എല്ലാം കഥ മോഷ്ടിക്കാൻ എൻ്റെ ടൈമില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ മറ്റേ പോലീസുകാരൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് വിളിച്ചായിരുന്നു. നമ്മുടെ ഈ കൂട്ടുകാരൻ പോലീസുകാരനെ ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ വരുന്നത്. പാവം ചത്തു. കുഴപ്പമില്ല. റെസ്റ്റ് ഇൻ പീസ് ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പുതിയ പോലീസ് ജോലിയിലോട്ട് പോകാം. ഡ്രസ്സൊന്നുമില്ല, നമ്മുടെ ഒരു പോലീസ് CID പോലാണ്. ഡ്രസ്സില്ലാത്ത പോലീസ്. നമ്മൾ യൂണിഫോം ഇടത്തില്ല, നമ്മുടെ പോലീസ് യൂണിഫോം ഇടത്തില്ല. നോർമൽ പോലീസല്ല, നമ്മൾ പകരം ഒരു ഡിറ്റക്റ്റീവ് പോലീസാണ്. അപ്പോൾ നോർമൽ പോലീസ് യൂണിഫോം അല്ല, സ്പെഷ്യൽ ഈ സാധാ ഡ്രസ്സായിരിക്കും. അപ്പം ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തു. ഇവിടെ കുറേ ഇതുണ്ട്, കുറേ പോലീസ് കാറുണ്ട് ഇവിടെ. ഓക്കെ സാർ ടെൽ മീ. ഓക്കെ സാർ ടെൽ മീ, എന്താണ് വിഷയം?
എന്തിനാണ് എന്നെ വിളിച്ചത്? എടാ, ഒരു കുഴപ്പമെന്ന് വെച്ചാ നമ്മുടെ ട്രെയിൻ കാണാതായി. ഏത് ട്രെയിൻ? ആ ഗുഡ്സ് ട്രെയിനേ. ഓ, ഗുഡ്സ് ട്രെയിൻ കാണാതായി അല്ലേ? അതെ അതെ. അപ്പോൾ നീ അത് പോയി കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ, ഗുഡ്സ് ട്രെയിനാണ് ഇപ്പോൾ കാണാതായത്. അത് വലിയ പ്രോബ്ലമാണ്. കാരണം നമ്മുടെ ഫുഡെല്ലാം അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. എടാ, നീ ഒന്ന് പോയി പെട്ടെന്ന് കണ്ടുപിടിക്കണം. കുറേ ആൾക്കാർ അത് ഹൈജാക്ക് ചെയ്തെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ന്യൂസ്. ഓ ഫ്രണ്ട്സ്, ആ ഗുഡ്സ് ട്രെയിൻ ആരോ ഹൈജാക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു സാധാ ഒരു 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 സീക്രട്ട് പോലീസ് ഓഫീസറായിട്ട് പോയിട്ട് നമ്മളെ പിടിക്കാനാണ് പറയുന്നത്. ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പോലീസ് ആവാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു പോലീസ് കാർ എടുത്തു. ഓക്കെ, നമ്മുടെ അടുത്ത് ആ പോലീസുകാരൻ പറഞ്ഞു ഇപ്പോൾ 2 പോലീസേ ഉള്ളൂ, ബാക്കി എല്ലാവരും ടെററിസ്റ്റ് അറ്റാക്കിൽ മരിച്ചു പോയെന്നാണ് ആ പോലീസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്താൽ എന്നെ പോലീസ് കയറ്റും. കാരണം കുറേ കള്ളന്മാരും കുറേ ടെററിസ്റ്റും കുറേ ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ചേർന്ന് ആ ട്രെയിനിനെ ഹൈജാക്ക് ചെയ്ത് അവിടുത്തെ ഗുഡ്സും ഇവിടെയുള്ള കുറേ കാര്യം അവിടെ നിന്നൊക്കെ ഡയമണ്ട്സൊക്കെ ഈ സിറ്റിയിലോട്ട് കയറ്റിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു ആ ഗുഡ്സ് ട്രെയിനിൽ. അപ്പോൾ ഇത് ഇപ്പോൾ കുറേ അപ്ഡേറ്റ്സ് വന്നായിരുന്നു. ഒക്കെ തിരിച്ച് വളച്ചൊന്ന് കൊണ്ടുപോയിട്ടുണ്ട് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമുക്ക് പോകണം. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താതായെന്ന് തോന്നുന്നു. അത് എത്താതായി. അപ്പോൾ അത് ട്രെയിൻ സ്റ്റേഷൻ കാണാം. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോകണം. പിന്നെ അറിയാലോ, ഇത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഒരു ജോലി കിട്ടും. ഓ മൈ ഗോഡ്, തിരിച്ച് പൊളിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ഡോറൊക്കെ ജസ്റ്റ് ചരിഞ്ഞേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ജോലി കിട്ടും, പോലീസായിട്ട് ജോലി കിട്ടും. പിന്നെ ഞാൻ ഇവിടെയുള്ള എല്ലാം പാവപ്പെട്ട ആൾക്കാരെ രക്ഷിക്കുന്നതാണ്, പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുന്നതാണ്. ഓ, ഇടിച്ചു കയറി. ഓ മൈ ഗോഡ്. ഓ, ഇവിടെ കിടക്കുന്ന ട്രെയിൻ കാണാനില്ല. ഓ അവർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയതാണ്. ആ ഗുഡ്സ് ട്രെയിൻ അവർ ഹൈജാക്ക് ചെയ്തു. ഓ, നമുക്ക് ഇതിൽ ട്രെയിൻ കൺട്രോളിൻ്റെ അവരെന്തോ ഒരു സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ മൊബൈലിൽ. അപ്പോൾ ട്രെയിൻ കൺട്രോൾ വെച്ച് ആ ട്രെയിനെ തിരിച്ച് വിളിക്കാമെന്നാണ് പറയുന്നത്. നോക്കട്ടെ, ട്രെയിൻ കൺട്രോളിൽ വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നില്ലല്ലോ എനിക്ക്. പുറകോട്ടും വരുന്നില്ല, മുമ്പോട്ടും വരുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇതെന്താണ് ബാക്ക്വേർഡ് ഞെക്കിയിട്ട് റിവേഴ്സ് ചെയ്ത് ഞെക്കിയിട്ട് അത് ബാക്കിലോട്ട് വരുന്നില്ല? അതെന്താണ് ഞാൻ ആലോചിക്കുന്നത്. ഫുള്ള് ഗ്ലിച്ചാണ് കേട്ടോ ഇതെല്ലാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആ പോലീസുകാരെ ഒന്നും കൂടി വിളിച്ചായിരുന്നു. പോലീസുകാരൻ പറഞ്ഞ ഹൈജാക്ക് ചെയ്തപ്പോൾ പിന്നെ ആ ട്രെയിൻ കൺട്രോളൊന്നും നമ്മുടെ മൊബൈലിൽ കൂടി വർക്കാവത്തില്ലെന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. കാരണം നമ്മുടെ പോലീസിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിൻ കൺട്രോളിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരത് ഡീആക്ടിവേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഒരു പോലീസാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് ഈ റെയിൽവേ ട്രാക്കിനെ ഫോളോ ചെയ്ത് എവിടെയാണോ അത് എൻ്റെ ട്രെയിനിനെ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ പോവാനാണ് അവർ പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ജുറാസിക് പാർക്കിലായിരിക്കും അവരുടെ താവളം. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോ അല്ല, അതിലൊരു പുതിയ അപ്ഡേറ്റിൽ അവിടെയുള്ള ഡൈനോസേഴ്സിനെ എല്ലാം കുറച്ച് ആൾക്കാർ കൊന്നു കളഞ്ഞായിരുന്നു. അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ആ അപ്ഡേറ്റ് പോലും കണ്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ഡൈനോസേഴ്സ് എല്ലാം ഡെഡായെന്നാണ് പറയുന്നത്. ചിലപ്പോൾ റീസ്പോണായി കാണും. അപ്പോൾ ഞാൻ ഈ വഴി ഭയങ്കര സ്പീഡിൽ പോവാണ്. ഡ്രിഫ്റ്റ് അടിച്ച് നിർത്തി ഞാൻ. ഓക്കെ, ഈ ട്രെയിൻ പോകുന്നത് ഏതോ ഒരു കാട്ടിക്കൂടാണ്. എവിടെ ചെന്ന് എന്താവുമെന്ന് എനിക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല. എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഒട്ടും അറിയില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ട്രെയിനിനെ കണ്ടുപിടിക്കാനുള്ള മിഷൻ ഇവിടെ ഹാഫൊക്കെ എത്താതായിട്ട് തോന്നുന്നു. നമ്മുടെ വണ്ടി ഇടിച്ചു പൊളിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മളൊരു പോലീസുകാരനായതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചേ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ ഗുഡ്സും നമ്മുടെ കുറേ ഗോൾഡും ജെംസിൻ്റെ ബോക്സൊക്കെ അതിൻ്റെ അകത്താണ്. അവർക്ക് അത് കിട്ടിയാൽ അവരെല്ലാം അവർ കൊണ്ടുപോയിട്ട് അവരുടെ വെപ്പൺസൊക്കെ ന്യൂ മേടിക്കും. നമ്മളിനി അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ ഇത് പോലീസായിരിക്കും, ചിലപ്പോൾ നമ്മൾ വല്ലതും സ്വീകരിക്കും. ഓ മൈ ഗോഡ്, നമ്മൾ ഡെഡായി. നമുക്കിനി ഇത് ഒരു കട്ട മാത്രമേ ഇനി നിൽക്കുന്നുള്ളൂ. നമ്മൾ ഡെഡായി. ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, ഞാനപ്പോൾ വേറൊരു വണ്ടി സ്പോൺ ചെയ്തു. ഇതിപ്പോൾ പോലീസുകാരുടെ ഒരും കൂടി പോലീസ് കാർ 2 ആണ്. ഇച്ചിരി കൂടി വലുതാണ്. ഈ ഗെയിമിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോലീസ് കാറിന് പകരം ഫോറിൻ പോലീസ് കാറാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്ത് ടൈപ്പ് ഗെയിം വേണോ, എന്ത് കണ്ടൻറ്റ് വേണോ, എന്ത് മോഡ് വേണോ, എന്ത് മിഷൻ വേണോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വഴി പോയി കുറേ എന്തായി ഇവിടെ. ഇപ്പം ഞാനൊരു 30 കൂടുതൽ കിലോമീറ്റർ ട്രാവൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു.
ഫ്രണ്ട്സ്, ഇത് എവിടെയാണ് ഈ സ്ഥലവും എനിക്ക് ഒരു പിടിയില്ല. ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെയാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു ആ ജുറാസിക് പാർക്കിൽ തന്നെയാണെന്നാണ് ആ ആൾക്കാരൊക്കെ. ജുറാസിക് പാർക്കിൽ ആവാനാണ് സാധ്യത. കുറേ ഇതൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം ഞാനിപ്പോൾ ചുമ്മാ ഇതിൻ്റെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഫ്രണ്ട്സ്, ഞാൻ ജുറാസിക് പാർക്കിൻ്റെ അടുത്ത് എത്താതായി. ഇപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ചിലപ്പോൾ അറ്റാക്കിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ വണ്ടി ഇളിച്ചു പൊറിയാതായി. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലൊരു ഒരു ഡ്രോൺ എങ്ങാണ്ടില്ലേ ഫ്രണ്ട്സ്. ആ ഡ്രോൺ വെച്ച് നമ്മളിനി ഇതെല്ലാം പരീക്ഷിക്കണമെന്നാണ്. എൻ്റെ എലിഫൻ്റ് മിസ്സിങ് ആയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ നമുക്ക് നമ്മുടെ വേറൊരു കൂട്ടുകാരൻ നമുക്ക് ഒരു ഡ്രോണൊക്കെ അയച്ചു തന്നായിരുന്നു. അത് വെച്ചാണ് നമ്മുടെ എലിഫൻ്റൊക്കെ മിസ്സായത് കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാനുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കാം, അല്ലെങ്കിൽ എൻ്റെ മറ്റേ സംഭവം ഞാൻ ലിങ്ക് പിൻ ചെയ്യാം. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഡ്രോൺ ഓൺ ചെയ്തു. അത് DON നമ്മുടെ RGS ടൂളിൽ അടിച്ചാൽ ഡ്രോൺ ഓൺ ആവും. ഓക്കെ, അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാണ് നിങ്ങൾക്കിപ്പോൾ കാണാതിരിക്കും ഒരു ഡൈനോസർ പോലും ഇവിടെ ഇല്ല. കാരണം പുതിയ അപ്ഡേറ്റിൽ ഇവിടെയുള്ള എല്ലാ ഡൈനോസേഴ്സിനെയും കൊന്നു കളഞ്ഞായിരുന്നു. അതുകൊണ്ടാണ്. ഫ്രണ്ട്സ്, എനിക്കിവിടെ ട്രെയിൻ കാണാൻ പറ്റുന്നുണ്ട്. ട്രെയിൻ പോലെ എന്തോ സംഭവം കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ട്രെയിൻ തന്നെയാണ്. ട്രെയിൻ ഇത് മറ്റേ പഴയ ട്രെയിനല്ല ഫ്രണ്ട്സ്, ഗുഡ്സ് ട്രെയിനാണ്. പാസഞ്ചർ ട്രെയിൻ അല്ല. യെസ്, ട്രെയിൻ തന്നെയാണ്. ഫൈനലി നമുക്ക് നമ്മുടെ ട്രെയിൻ തിരിച്ചു കിട്ടി. പോലീസുകാരൊക്കെ ഒത്തിരി ഹാപ്പി ആയിരിക്കും. ഇതെന്താണ്? പോലീസുകാരൊക്കെ ഒത്തിരി ഹാപ്പി ആയിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പ്ലീസ് എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുഡ്സ് ട്രെയിൻ നമുക്ക് ഫൈനലി തിരിച്ചു കിട്ടി. ഇനി പോയി അവിടെ എന്തെങ്കിലും അറ്റാക്കിങ് ഉണ്ടോ എന്ന് എനിക്ക് തന്നെ നോക്കണം. എന്തെങ്കിലും കുഴപ്പമോ പ്രശ്നമോ വല്ലതും ഉണ്ടോ എന്ന്. ഓക്കെ, ഞാൻ നല്ല സ്പീഡിൽ പോവാണ്. എവിടെ ചെന്ന് എൻ്റെ ആവുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ എവിടെയാണ് ട്രെയിൻ? അത് ട്രെയിൻ തന്നെ അല്ലായിരുന്നോ? അതേപോലെ പറ്റിക്കുന്ന സംഭവം വല്ലതും ആയിരുന്നെങ്കിൽ പണി മാറുമല്ലോ. ഓക്കെ എവിടെയാണ്? അതാണ്ട് അവിടെ കിടപ്പുണ്ട്. ഇത് ഒരു സൂപ്പർ എപ്പിസോഡായിരുന്നു. കാരണം നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ജോലി കിട്ടി. കാരണം ഇത് ഫൈൻഡ് ചെയ്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ചയച്ചാൽ മാത്രം മതി. ഇത് പാസഞ്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവിടെയുള്ള കള്ളന്മാരൊക്കെ ഇതിൻ്റെ എൻജിൻ നിന്ന് പോയതാണ്. അപ്പോൾ കള്ളന്മാരൊക്കെ ഇവിടുന്ന് ഓടിപ്പോയി. കാരണം എൻജിൻ നിന്നുകൊണ്ട് പോലീസ് വരുന്ന അവർക്ക് മനസ്സിലായി. ഇത് നമുക്ക് ഓടിക്കാൻ പറ്റും. യെസ്, നമുക്കിത് ഓടിക്കാം. പക്ഷെ ഓടിച്ചു പോകുന്നതിനും കുറേ ടൈം എടുക്കും. വീഡിയോ ലെങ്തി കറക്റ്റായിട്ട് അടിക്കാം. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ കാണാം. നമ്മുടെ ട്രെയിൻ കൺട്രോൾ ഇപ്പം ഞാൻ ആക്ടിവേറ്റ് ചെയ്തു അകത്ത് കയറി. ഈ സ്റ്റെപ്പിൻ്റെ അകത്തൊന്നും എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഞാൻ അത്രയൊന്നും ഇമ്പ്രൂവ്മെൻറ്റ് ഇവർ ഗെയിമിൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ട്രെയിൻ കൺട്രോൾ എൻജിൻ ഞാൻ ഫോർവേഡ് ആക്കി ഇട്ടു. ഓടുന്നില്ലേ ഫ്രണ്ട്സ്? ഫോർവേഡ് ട്രെയിൻ എൻജിൻ ഓൺ. ഇപ്പോൾ ഓടാൻ തുടങ്ങി. എനിക്ക് ഈ ട്രെയിനിൻ്റെ ബാക്കിൽ കയറി പോകണം. എൻ്റെ ആഗ്രഹമാണ് ഈ ഗെയിമിൽ കയറാൻ. പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വെയിറ്റ്, ട്രെയിനെ പോലെ എനിക്ക് കയറണം. ഓക്കെ ട്രെയിനിൻ്റെ പകുതി എത്താറായി. ഓക്കെ കയറിക്കോ. ഇതെന്താ കയറാൻ പറ്റാം? ഈ ഗെയിമിൽ അങ്ങനെ കയറാൻ പറ്റത്തില്ല. വേഗം ട്രെയിനെ വിളി, അല്ലെങ്കിൽ നമ്മളാ ട്രെയിനെ പറഞ്ഞു വിട്ടിയെന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മളെ പിടിച്ച് പിന്നെ ജയിലിലിടും. അപ്പോൾ ബാക്ക്വേഡ് എന്താ വരാത്തേ? മീൻസ് ബാക്ക്വേഡ് വരത്തില്ല. ഐ തിങ്ക് ബാക്ക്വേഡ് വരത്തില്ലെന്ന് തോന്നുന്നു. ബാക്ക്വേഡ് വരുന്നു. ഇനിയെങ്കിലും കയറാം. ഗ്ലിച്ചായി കയറാൻ പറ്റുന്നില്ല. ഇതെന്താണ് ഇങ്ങനെ പോകുന്നത്? ഫൈനലി ഞാൻ കയറി. ഗ്ലിച്ചായിട്ട് കയറി. ലൈഫ് ഇതെന്തോടെ ഇങ്ങനെ കയറി? ഇവർ ഈ ഗ്ലിച്ചൊക്കെ ഒന്ന് മായ്ച്ചെടുത്തായിരുന്നെങ്കിൽ ഇത് GTA ഒരു ഹാഫ് GTA പോലെയൊക്കെ ആയി കിട്ടിയിരുന്നു. ഇതെന്താണ് ഫുൾ ഗ്ലിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെയൊക്കെ വെച്ച് എൻഡ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊരു പോലീസായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.